2001 ഡിസംബർ 13 ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടു. ബഹുമാന്യനായ അമീർ നേരത്തെ അതിനെക്കുറിച്ച് ചെറുതായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാനമായ ജനാധിപത്യ സ്ഥാപനമാണ് ഇന്ത്യൻ പാർലമെന്റ്. 2001 ഡിസംബർ 13 ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കപ്പെടുന്നതിന്റെ ഒരു പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കണം. കാർഗിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ പട്ടാളക്കാരുടെ ശവങ്ങൾ, ആ ധീര ജവാന്മാരുടെ ശവങ്ങൾ അവരുടെ വീടുകളിൽ എത്തിക്കുവാൻ വേണ്ടി വാങ്ങിയ ശവപ്പെട്ടിയുടെ കാര്യത്തിൽ, ശവപ്പെട്ടി വാങ്ങിയതിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ വഷളൻ അഴിമതി കഥ, ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വഷളായിട്ടുള്ള അഴിമതി കഥ ഇന്ത്യൻ പാർലമെന്റിനെയും ഇന്ത്യൻ സമൂഹത്തെയും ഇന്ത്യൻ മാധ്യമ ലോകത്തെയും പിടിച്ചുലച്ചുകൊണ്ടിരുന്ന ഒരു സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കണം. ദേശീയവാദത്തിന്റെ, ദേശസ്നേഹത്തിന്റെ പാറ്റന്റ് അവകാശപ്പെടുന്ന, ദേശസ്നേഹത്തിന്റെ ഒരേ അവകാശികളെന്ന് അവകാശപ്പെടുന്ന RSS ഭരണകൂടം ഇന്ത്യക്ക് വേണ്ടി പോരാടി മരിച്ച ജവാന്മാരുടെ ശവം വീട്ടിലെത്തിക്കുവാനുള്ള ശവപ്പെട്ടിയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ അത്യന്തം ഹീനവും വഷളായിട്ടുള്ളതുമായ അഴിമതിയുടെ സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിന് വേറെയും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ദലിതുകളെയും ഭീകരമായ നിയമത്തിന്റെ കുരുക്കിൽപ്പെടുത്തി സർവകാലവും അകത്തിടാൻ ഉദ്ദേശിച്ചുകൊണ്ട് അദ്വാനി പോട്ട എന്ന് പറയുന്ന നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന സമയമായിരുന്നത്. NDAക്കകത്ത് തന്നെയുള്ള മറ്റു മതേതര കക്ഷികളുടെ പിന്തുണ പോലും ലഭിക്കാതെ പോട്ട നിയമം അദ്വാനി ഉദ്ദേശിക്കുന്ന സ്വഭാവത്തിൽ പാസാക്കിയെടുക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായ സന്ദർഭം. ഈ രണ്ട് സന്ദർഭങ്ങളുടെയും മൂർധന്യാവസ്ഥയിലാണ് ഒരു ദിവസം പൊടുന്നനെ പാർലമെന്റ് ആക്രമിക്കപ്പെടുന്നത്. അതിനുശേഷം നടന്ന 2006 ജൂൺ 1 നടന്ന നാഗ്പൂരിലെ RSS ആസ്ഥാനത്തെ സ്ഫോടനം, അതേപോലെ 2005 ജൂലൈയിൽ നടന്ന അയോധ്യ ആക്രമണം, അതേ വർഷം തന്നെ നടന്ന വാരാണസിയിലെ സംകട്ട് മോചൻ ക്ഷേത്രത്തിൽ നടന്ന സ്ഫോടനം. ഈ ഓരോ സ്ഫോടനങ്ങൾ എടുത്താലും സംഘ് പരിവാർ പ്രസ്ഥാനം ആഭ്യന്തരമായ വെല്ലുവിളികളെ, അയോധ്യയിലെ ഉദ്ഘാടനത്തിലെ റിപ്പോർട്ട്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവിടെ കുഴിച്ചു നോക്കുകയാണ് ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ കുഴിച്ചതിന്റെ ഫലം തങ്ങൾക്കെതിരാണ് വരാൻ പോകുന്നത് എന്ന് കണ്ട സന്ദർഭത്തിൽ, അതേപോലെ കാഞ്ചി കാമകോടി മഠാധിപൻ അദ്ദേഹം ഒരു കൊലപാതക കേസിൽപ്പെട്ട് ആകെ വഷളായിരിക്കുന്ന സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിലാണ് ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി അയോധ്യ ക്ഷേത്രത്തിൽ ആക്രമണം നടക്കുന്നത്. അദ്വാനി പാകിസ്ഥാനിൽ പോയി ജിന്നയുമായി ബന്ധപ്പെട്ടൊരു പ്രഭാഷണം നടത്തുന്നു. ജിന്ന മതേതരവാദിയാണെന്ന് പറഞ്ഞ് പ്രഭാഷണം നടത്തി പാർട്ടിക്കകത്ത് തന്നെ പ്രശ്നങ്ങളുണ്ടായ ആ സന്ദർഭത്തിലാണ് വാരാണസിയിലെ സംകട്ട് മോചൻ ക്ഷേത്രത്തിൽ, മനസ്സിലാക്കണം, വാരാണസിയിലെ സംകട്ട് മോചൻ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഹൃദയത്തിൽ ചേർത്ത് വെച്ച ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലാണ് ഈ സമയത്ത് സ്ഫോടനം നടക്കുന്നത്. ഹൈദരാബാദ് 2007 മെയ് 18 ഹൈദരാബാദ് മക്ക മസ്ജിദിൽ നടന്ന സ്ഫോടനം ഇസ്ലാമിക ഭീകരവാദികളുടെ പേരിൽ കെട്ടിയേൽപ്പിക്കപ്പെട്ട സ്ഫോടനമാണ്. ഇസ്ലാമിക ഭീകരവാദികൾ എന്തിനാ മക്ക മസ്ജിദ് സ്ഫോടനം നടത്തുന്ന ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. മെയ് 18 ആ സ്ഫോടനം നടത്തും. അതിന്റെ ഒരു വളരെ വ്യക്തമായൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. മെയ് 31 അതേ മാസം മെയ് 31 അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള അവിടുത്തെ ജനകീയ പ്രസ്ഥാനമായിട്ടുള്ള MPJ, മൂവ്മെന്റ് ഫോർ പീസ് ആൻഡ് ജസ്റ്റിസ്, 31-ാം തീയതി ഹൈദരാബാദിൽ സംവരണത്തിന് വേണ്ടിയുള്ള ഒരു മഹാറാലി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഹൈദരാബാദ് രാഷ്ട്രീയത്തിന്, ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾക്ക് സംവരണം നൽകും എന്ന വാഗ്ദാനവുമായി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി YS രാജശേഖര റെഡ്ഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സന്ദർഭം. ആന്ധ്രാപ്രദേശിൽ സംവരണ രാഷ്ട്രീയം, മുസ്ലിം സംവരണ രാഷ്ട്രീയം BJPയെ സംബന്ധിച്ചിടത്തോളം, RSSനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ഭയപ്പെടുന്നത് സംവരണ രാഷ്ട്രീയമാണ്. മുസ്ലിം സംവരണ രാഷ്ട്രീയം ആന്ധ്രാ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് വരും എന്ന് തോന്നിയ സന്ദർഭം. MPJ പ്രഖ്യാപിച്ച റാലിക്ക് വേറെയും ഡസൻ കണക്കിന് സംഘടനകൾ പിന്തുണ പ്രഖ്യാപിക്കുകയും ലക്ഷക്കണക്കിന് ജനങ്ങൾ MPJ റാലിയിൽ പങ്കെടുക്കും
എന്ന സാഹചര്യം വന്നു ചേരുകയും ചെയ്ത സന്ദർഭത്തിൽ മെയ് 18-നാണ് ആ ബോംബ് സ്ഫോടനം നടക്കുന്നത്. ആ ബോംബ് സ്ഫോടനം നടക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് MPJ-യുടെ ഓഫീസിൽ ഒരു കത്ത് വന്നു. ചിലത് സംഭവിക്കും, നിങ്ങൾ ഹൈദരാബാദ് നഗരത്തിൽ നിന്ന് പുറത്താക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഊമക്കത്ത് അവിടെ വന്നു. MPJ-യുടെ ഭാരവാഹികൾ അന്ന് തന്നെ അത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചതാണ്. അന്വേഷണങ്ങൾ ഉണ്ടായില്ല, നടപടികൾ ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് സ്ഫോടനം എടുത്ത് പരിശോധിച്ചാലും, ഏത് തീവ്രവാദി ആക്രമണം എടുത്ത് പരിശോധിച്ചാലും സംഘ് പരിവാർ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയമായും സംഘടനാപരമായും പ്രചാരണപരമായും ഗുണം ലഭിക്കേണ്ട ഏറ്റവും ആപ്റ്റായിട്ടുള്ള സന്ദർഭത്തിലാണ് ഇന്ത്യയിലെ കഴിഞ്ഞ തീവ്രവാദി ആക്രമണങ്ങൾ ഏതാണ്ടെല്ലാം നടന്നിട്ടുള്ളത്. മുംബൈ ആക്രമണം കഴിഞ്ഞ വർഷം നവംബർ 26-ന് നടന്ന കുപ്രസിദ്ധമായ മുംബൈ